നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മഹാശനി മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കുംഭം രാശിയിലാണ് ശനി നിൽക്കുന്നത്. അത് മാർച്ച് 28 വരെയാണ്. കുംഭൻ രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് മാർച്ച് 28 കടക്കുകയാണ്. ഒരു രാശിയിൽ ഏറെക്കാലം നിൽക്കുന്ന ഒരു ഗ്രഹം ശനിയാണ്. 2.5 വർഷക്കാലമാണ് ഏകദേശം ശനി ഒരു രാശിയിൽ നിൽക്കുക. ശനി സ്വക്ഷേത്രമായിട്ടുള്ള കുംഭം രാശിയിൽ നിന്ന് വിട പറയുമ്പോൾ അത് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കൂറുകാർക്കും നേട്ടങ്ങളാണോ ഗുണമാണോ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ശനി സ്വന്തം രാശിയിൽ നിന്ന് സ്വാത്വിക ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിന്റെ രാശിയിലേക്കാണ് മാറുന്നത്. നല്ലത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ രാശിക്കൂറുകാരുടെയും അവരുടെ ഗുണദോഷങ്ങളെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഓരോ രാശിക്കൂറുകാരും അറിഞ്ഞിരിക്കേണ്ട ശനിമാറ്റത്തിന്റെ ഫലങ്ങളും അവർ ഏതൊക്കെ കാര്യങ്ങളിൽ ജാഗരൂകരായിരിക്കണം എന്നുള്ള കാര്യങ്ങളുമാണ് ഈ വീഡിയോകളിൽ പ്രതിപാദിക്കുന്നത്. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം വീഡിയോ നമുക്ക് പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ശനിയുടെ രാശിപ്പകർച്ച മാത്രം കൊണ്ട് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ജാതകം അല്ലെങ്കിൽ ഭാവി കാര്യങ്ങൾ വിലയിരുത്തുക അസാധ്യമാണ്. മറ്റു ഗ്രഹങ്ങളുടെ എല്ലാം ചേർത്ത് വേണം അപ്രകാരം വിലയിരുത്താൻ. ഇത് ശനിയുടെ രാശിമാറ്റ ഫലം മാത്രമാണ് എന്നുള്ള അറിവോടുകൂടി ആയിരിക്കണം ഈ വീഡിയോയിലേക്ക് നമുക്ക് കടക്കേണ്ടത്. ഏതായാലും ശനിയുടെ ഈ മഹാരാശിമാറ്റം ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കൂടുതലായിട്ടും നിങ്ങളുടെ ജാതകം പരിശോധിച്ച് വിലയിരുത്തുക. ഇപ്പോൾ നമുക്ക് തുലാക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലം ഒന്ന് നോക്കാം. തുലാക്കൂറുകാരെ സംബന്ധിച്ച് 6ാം ഭാവത്തിലേക്കാണ് ശനി എത്തുന്നത്. മാനസിക സംഘർഷം നിറഞ്ഞ 5ലെ ശനി ഒഴിവാകുകയാണ്. 6ലേക്ക് വരുന്ന ശനി എന്തൊക്കെ ചെയ്യും എന്നുള്ളത് പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. 6ാം ഭാവത്തിലേക്ക് എത്തുന്നത് വഴി ശത്രു ഉപദ്രവത്തിനും രോഗങ്ങൾക്കും അറുതി ഉണ്ടാകുന്ന സമയമാണ്. ഇനി തുലാക്കൂറുകാർ അറിഞ്ഞിരിക്കേണ്ട ചില വിശേഷ ഫലങ്ങളെ കൂടി പറയാം. ശനി 6ലേക്ക് മാറുകയാണ്. അപ്രതീക്ഷിത ധനവരുമാനം ഉണ്ടാകുന്നതാണ്. അസൂയാവഹമായിട്ടുള്ള ഉയർച്ച എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകാം. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ വന്നു ചേരുന്നതാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകളൊക്കെ തിരികെ ലഭിക്കുന്നതാണ്. ഉപരിപഠനങ്ങളൊക്കെ പൂർത്തീകരിച്ച് നല്ല ഉദ്യോഗം ലഭിക്കുന്നതാണ്. മക്കളോടൊപ്പം പുണ്യ തീർത്ഥയാത്രകൾക്ക് സാഹചര്യം ഉണ്ടാകും. ജീവിത നിലവാരം പുതിയ വർദ്ധിക്കുന്നതാണ്. വലിയ വീട് വെക്കാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ടാകും. വിവാഹാലോചന നടക്കുന്നവർക്ക് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ്. പൊതുപ്രവർത്തനങ്ങളിലൊക്കെ തുലാക്കൂറുകാർക്ക് ശോഭിക്കാനാകും. നിർധനരായിട്ടുള്ളവർക്ക് സാമ്പത്തിക സഹായം നൽകുക. ഇത്രയും കാര്യങ്ങളാണ് തുലാക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.